أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1098 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനീൻ്റെ ആമുഖമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين ومن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 11 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂന്റെ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നലത്തേതോടുകൂടി സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായ സമീപനങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടുള്ള വായനകളൊക്കെ അവസാനിച്ചു എന്ന് കരുതാണ്. ആർക്കെങ്കിലും കൂടുതലായിട്ട് വല്ലതൊക്കെ ഉന്നയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് അവസരം കണ്ടെത്താം എന്നും സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ അവതരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ജീവിതകാലത്താണ്. മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യം നിർവഹിച്ച ആദ്യത്തെ 13 വർഷത്തോളം വരുന്ന കാലം
ആ കാലത്തിന്റെ ഒരു മധ്യഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന് ഇതിന്റെ ഉള്ളടക്കവും ശൈലിയും ഒക്കെ വിലയിരുത്തിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രതിയോഗികളായിട്ട് രംഗത്ത് വന്നിരുന്ന മക്കയിലെ മുശ്രിക്കുകളും തമ്മില് സംഘർഷവും അതുപോലെ ശത്രുതയൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. പക്ഷെ അത് അതിന്റെ ഒരു പാരമ്യതയിലോ ഏറ്റവും ഉയർന്ന ഏറ്റവും കൂടിയ അവസ്ഥയിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. വളരെ രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. മക്കയിലെ ആളുകൾക്ക് ചില ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു അവരിൽ ചിന്തയുണർത്തുന്ന, അവരുടെ അടുക്കലേക്ക് അല്ലാഹു നിയോഗിച്ചയച്ചിരിക്കുന്ന പ്രവാചകന്റെ പ്രബോധനത്തിന് ചെവിക്കൊടുക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ അല്ലാഹു കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാവണം നമുക്ക് ആ രൂക്ഷമായ ക്ഷാമത്തെ കാണാൻ സാധിക്കുക. വരൾച്ചയും വിഭവശൂന്യതയും ഒക്കെയായി വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത് എന്നത് ഈ സൂറത്തിലെ ചില ആയത്തുകൾ, വിശേഷിച്ച് 75-ാമത്തെ ആയത്ത് മുതൽ 77 വരെയുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ സൂറത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭ്യമായ ഒരു ഹദീസ്, അത് ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വിവരണത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിനെ തുടർന്നുള്ള സമയത്താണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിരിക്കാൻ തുടങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ വെളിപ്പാടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയില് ആ വഹിയ അനുഭവം ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ ശരീരത്തിലും മുഖഭാവത്തിലും ശരീര ചേഷ്ടകളിലുമൊക്കെ ഉണ്ടാകുന്ന ആ മാറ്റം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഈ വഹീന്റെ തൻസീല് കഴിഞ്ഞതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായത്, എനിക്കിപ്പോ 10 ആയത്തുകൾ അവതരിച്ച് കിട്ടിയിട്ടുണ്ട്. അവയ്ക്ക് പൂർണ്ണമായ വിധത്തില് ആ ആയത്തുകൾ അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും ഉത്തരം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവര് സ്വർഗാവകാശികളായി തീരും എന്ന്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രസ്താവനയായിട്ട് ഉദ്ധരിക്കപ്പെടുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിലെ ഇപ്പോ നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ഈ ആദ്യത്തെ ആയത്തുകൾ, ഞാൻ 11 ആയത്തുകൾ വായിച്ചിട്ടുണ്ട്. അത് ആശയപരമായ ഒരു തുടർച്ച പരിഗണിച്ചുകൊണ്ട് വായിച്ചതാണ്. അപ്പൊ ഈ ആദ്യത്തെ 10-11 ആയത്തുകളാണ് ഈ ഹദീസിൽ സൂചിപ്പിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം മനസ്സിലാക്കപ്പെടുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യത്തെ 10 ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയുണ്ടായത് എന്നാണ് ആ ഹദീസ് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മക്കയിലെ ഒട്ടുമിക്ക സൂറത്തുകളെയും പോലെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ ആയി പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങളാണ് ഈ സൂറത്തിലും ചർച്ചയിൽ വരുന്നത്. എല്ലാ സൂറത്തുകളിലും ഒരേ ശൈലിയിലോ ഒരേ രീതിയിലോ ഒന്നുമല്ല. ഇവിടെയും
വ്യത്യസ്തതയുള്ള വിധത്തില് ചില കാര്യങ്ങള് വിശ്വാസരഹിതരായ സമൂഹത്തെ കേൾപ്പിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യാണ് അള്ളാഹു. ഇതിൽ പറയുന്ന മുഖ്യമായ പ്രമേയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും അനുധാവനം ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ഈ സൂറത്തിന്റെ കേന്ദ്ര പ്രമേയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. തങ്ങളിലേക്ക് ദൈവനിയുക്തനായി എത്തിയിരിക്കുന്ന പ്രവാചകനെ എല്ലാ നിലക്കും പിന്തുടരാൻ അദ്ദേഹത്തിന് പൂർണ്ണമായി അനുസരണം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അത് പിൻപറ്റാനാണ് ഇവിടെ നിർദ്ദേശം നൽകപ്പെടുന്നത്. ഈ കേന്ദ്ര ആശയത്തിനോടനുബന്ധമായി പല വിഷയങ്ങളും കടന്നു വരുന്നുണ്ട്. അതൊക്കെയും തന്നെ ഈ സെൻട്രൽ തീമിനെ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിൽ നിന്നായി ജീവിത മാർഗദർശനം ലഭിക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിത വിജയം ഉണ്ടാകുന്നതിന് ചില ക്വാളിറ്റീസ്, ചില ഗുണങ്ങൾ, ചില സവിശേഷതകൾ അവര് ആർജിച്ചെടുക്കേണ്ടതുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അത് ആന്തരികമായ ഒരു ശിക്ഷണത്തിലൂടെ അവർ ആർജിച്ചെടുക്കേണ്ട ചില ഗുണങ്ങളാണ്. വിശ്വാസം അവരിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം അത് അവരുടെ സ്വഭാവത്തിലും പ്രകൃതത്തിലും പെരുമാറ്റത്തിലും നിലപാടുകളിലും ജീവിത രീതികളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ പ്രകടമാവേണ്ടതുണ്ട്. ആ വിധത്തിലുള്ള ചില ക്വാളിറ്റീസ് അവര് ആർജിക്കുമ്പോൾ മാത്രമാണ് അവര് ഇരു ലോകത്തും വിജയം നേടുന്നവരായി മാറുക എന്നതാണ് ഈ സൂറത്ത് മുന്നോട്ട് വെക്കുന്ന മുഖ്യമായ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്ന കേന്ദ്ര ആശയത്തിന്റെ കുറച്ചുകൂടി വ്യക്തത നൽകുന്ന വിവരണമായിട്ട് നമുക്ക് ഈ വിശദാംശങ്ങളെ കാണാൻ സാധിക്കും. അള്ളാഹു പ്രപഞ്ച സംവിധാനത്തില് അവന്റെ പ്രകടമാക്കിയിട്ടുള്ള അവന്റെ സൃഷ്ടിപരത, വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളോട് കൂടിയുള്ള വൈവിധ്യമാർന്ന പലതിനെയും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ ആ ദൈവികമായ കയ്യൊപ്പ് ചാർത്തല്, അടയാളപ്പെടുത്തല്, അത് മുഖ്യമായിട്ടും മനുഷ്യന് വേണ്ടിയുള്ളതാണ്. ഈ ദൈവിക സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള സൂക്ഷ്മമായ നിരീക്ഷണം നടത്താനുള്ള കഴിവും പ്രാവീണ്യവും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത് മനുഷ്യനെയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ, ചേതനവും അചേതനവുമായ, ജീവനുള്ളതും ഇല്ലാത്തതുമായ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വം ഉൾക്കൊള്ളുക എന്നത് മനുഷ്യർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ട ദൈക്ഷണികമായ വൈഭവങ്ങളൊക്കെ തന്നെ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഈ പ്രപഞ്ച സംവിധാനത്തിലുള്ള ഈ സൃഷ്ടിപ്പ്, അള്ളാഹുവിന്റെ വിവിധങ്ങളായ സൃഷ്ടിജാലങ്ങൾ, അത് അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള പ്രത്യക്ഷത്തിലുള്ള തെളിവുകളാണ്. മനുഷ്യജീവിതം ഭൂമുഖത്ത് അവസാനിച്ചതിനെ തുടർന്ന് അവരൊക്കെയും തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നതിനുള്ള തെളിവാണ്. അതുപോലെ മനുഷ്യരെ ദിശാബോധമുള്ളവരാക്കുന്നതിനു വേണ്ടി പ്രവാചകന്മാര് സന്ദേശവുമായിട്ട് വന്നിട്ടുള്ളത് ഈ
കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരെ ചിന്തയുള്ളവരാക്കുന്നതിന് വേണ്ടിയാണ് ശരിയായ തിരിച്ചറിവിലേക്കും ശരിയായ തീരുമാനങ്ങളിലേക്കും നിലപാടുകളിലേക്കും ഒക്കെ മനുഷ്യരെത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിന്റെ വൈവിധ്യമാർന്ന സൃഷ്ടിജാലങ്ങൾ. ലക്ഷ്യരഹിതമായിട്ട് യാതൊന്നും ഈ പ്രപഞ്ചത്തില് മനുഷ്യന് കാണാൻ സാധ്യമല്ല. എന്തെങ്കിലുമൊക്കെ ഒരു പേർപ്പസ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളിലാണ് നമ്മൾ നിരീക്ഷിക്കുന്ന നമ്മുടെ കണ്ണുകളും ശ്രദ്ധയും ഒക്കെ പതിയുന്ന എല്ലാ പ്രതിഭാസങ്ങളും തന്നെ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് മനുഷ്യന് സ്വന്തം അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമായി മാറേണ്ടതുണ്ട്. അവന് കൃത്യമായി ബോധ്യപ്പെടും പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, സൃഷ്ടിപ്പിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ എന്ന ഒരു സൃഷ്ടിപ്പിന്റെ പുറകിലും ഒരു കൃത്യമായ ദൈവിക ലക്ഷ്യം ഉണ്ടാകും എന്ന കാര്യം. ഈ കാര്യമാണ് ഈ പ്രപഞ്ച സംവിധാനത്തിലെ ദൈവിക സൃഷ്ടിപ്പുകളുടെ വൈവിധ്യം ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ അള്ളാഹു ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. പ്രവാചകന്മാരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ കഥകളും ഈ സൂറത്തിൽ സാന്ദർഭികമായിട്ട് കടന്നു വരുന്നുണ്ട്. അതൊക്കെയും തന്നെ ഈ കേന്ദ്ര ആശയത്തെ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പരാമർശങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിലും അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകൾക്കെതിരിലും അവരുടെ പരമപ്രധാനമായ ആ ദൗത്യത്തിനെതിരിലുമൊക്കെയായി ഉയർന്നു വന്ന പല ആരോപണങ്ങളും ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. പൂർവികരായ പല പ്രവാചകന്മാരും നേരിട്ടിരുന്ന സമാനമായ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടും. സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും പ്രവാചകന്മാരെ പിന്തുണച്ചുകൊണ്ട് സത്യമാർഗത്തില് മുന്നേറുകയും ചെയ്യുന്നവർ മാത്രമാണ് വിജയം വരിക്കുന്നത് എന്നതാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്ന കാര്യം. എല്ലാ പ്രവാചകന്മാരും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു നാഥനാണ്, ഒരേ ഒരു സൃഷ്ടാവാണ് ഉള്ളത് എന്നതാണ്. സ്വമേധയാ ആ പ്രപഞ്ച സൃഷ്ടാവിന് കീഴ്പ്പെടുന്നവരാണ് സൃഷ്ടിജാലങ്ങളിൽ എല്ലാം തന്നെ. മനുഷ്യരുടെ കാര്യത്തില് അവന് സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ഇടമുണ്ട് എന്നതൊഴിച്ചാൽ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടും കീഴ്പ്പെട്ടുകൊണ്ടുമാണ് അള്ളാഹുവിന്റെ സകല സൃഷ്ടിജാലങ്ങളും ഉള്ളത്. ഈ ഏകദൈവ വിശ്വാസം മനുഷ്യന് വ്യക്തമായ ദിശ നിർണയിച്ചു കൊടുക്കുന്ന അടിസ്ഥാനപരമായ കാര്യമാണ്. അതിനേക്കാൾ മെച്ചപ്പെട്ടതായ എന്തെങ്കിലും ജീവിത ദർശനം മനുഷ്യർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന ഒരു പരോക്ഷമായ ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രവാചകന്മാരുടെ ആ മാർഗദർശനത്തിനോട് ഇണങ്ങി നിന്ന, അതിനോട് എതിർപ്പ് കാണിച്ചുകൊണ്ട് നിലകൊണ്ട ആളുകള് നാശത്തിൽ ചെന്ന് പതിക്കുകയാണ് ഉണ്ടായത് എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന കാര്യം. എല്ലാ കാലത്തും മനുഷ്യർക്കായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ജീവിത മാർഗദർശനം തന്നെയാണ്. ഒരേ ദീന് തന്നെയാണ് സകല പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തെ തലമുറ മനുഷ്യൻ മുതൽ അവസാനത്തെ തലമുറയിൽപ്പെട്ട മനുഷ്യര് വരെ ഒരേ ഏകകത്തില് അണിനിരക്കാൻ സാധിക്കുന്ന ഒരു ജീവിത ദർശനമാണ് സകല പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്, മുന്നോട്ട് വെച്ചിട്ടുള്ളത്.
ആ ജീവിത ദർശനമല്ലാതെ വേറെ വല്ലതും ആരെങ്കിലും കണ്ടെത്തുകയോ പിന്തുടരുകയോ അല്ലെങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വ്യാജ നിർമ്മിതി മാത്രമാണ്. അടിസ്ഥാനരഹിതമായ, സത്യരഹിതമായ, വ്യാജമായ, അബദ്ധമായ ഒരു ദർശനം മാത്രമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഐഹിക നേട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് സമ്പത്ത്, സന്താനങ്ങള്, അതുപോലെ സേവകന്മാര്, പരിവാരങ്ങള് തുടങ്ങിയിട്ടുള്ള വലിയ നേട്ടങ്ങൾക്കായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അത്തരം ഭൗതികാർത്ഥത്തിലുള്ള ഭൗതിക ജീവിതത്തിനെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്ന ഈ ഐഹിക ജീവിത സുഖാഡംബരങ്ങളുടേതായ സംഗതികൾ, അത് ലഭിച്ച ആളുകളാണ് ജീവിത വിജയം നേടിയിരിക്കുന്നത് എന്ന ഒരു തെറ്റിദ്ധാരണ പലരും കൊണ്ടു നടക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണയെ ഖുർആൻ വെല്ലുവിളിക്കുകയാണ് ഈ സൂറത്തിലെ ചില ആയത്തുകൾ മുൻനിർത്തിക്കൊണ്ട്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ കാണുന്ന ഭൗതികമായ നേട്ടങ്ങൾ ആർജിച്ച ആളുകൾ വിജയികളാണ് എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. അതുപോലെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായതായി മാറുകയും ഭൗതികാർത്ഥത്തില് വലിയ വിഭവശൂന്യതയും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകള് പരാജിതരാണ് എന്ന് കരുതുന്നതും ശരിയല്ല. ദാരിദ്ര്യം, കഷ്ടപ്പാട്, അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളൊന്നും തന്നെ ഒരാളുടെ ജീവിത പരാജയത്തെ സൂചിപ്പിക്കുന്ന കാര്യമേ അല്ല എന്നാണ് അള്ളാഹുവിടെ കാണിക്കുന്ന കാര്യം. അത് അള്ളാഹുവിന്റെ അതൃപ്തിയെ സൂചിപ്പിക്കുന്ന കാര്യമല്ല. സമ്പന്നതയും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി എന്നത് അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ സാധിച്ചു എന്നതിന്റെ സൂചനയുമല്ല. ഇത് രണ്ടും തന്നെ അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നൽകുന്ന ജീവിതാവസ്ഥകള് മാത്രമാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ കരുതിയിരുന്നത് അവരുടെ ദേവതകള് അവരോട് തൃപ്തിപ്പെട്ടത് കൊണ്ടാണ്, ദേവതകൾക്ക് അവരുടെ ദേവതകളുടെ പ്രീതി നേടാൻ അവർക്ക് കഴിഞ്ഞത് കൊണ്ടാണ് അവർക്ക് ഭൗതികാർത്ഥത്തിലുള്ള വലിയ ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഒക്കെ നേടാൻ സാധിച്ചത് എന്നാണ്. അങ്ങനെ സാധിക്കാതെ പോയ ആളുകളെ കുറിച്ച് അവര് ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ അപ്രീതി സമ്പാദിച്ചവരായിട്ടാണ് നോക്കിക്കണ്ടിരുന്നത്. ഈ ഒരു ആംഗിളിൽ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും പ്രത്യക്ഷത്തിൽ തന്നെ ദൈവികമായ തൃപ്തി നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണ് എന്ന നിഗമനത്തിലാണ് അവര് എത്തുകയുണ്ടായിരുന്നത്. അവര് ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ഒക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ പ്രതിസന്ധികൾ അവർക്ക് തരണം ചെയ്യാനുണ്ട്. ഭൗതികാർത്ഥത്തിൽ വലിയ നേട്ടങ്ങളൊന്നും കൊയ്തെടുക്കാൻ കഴിഞ്ഞ ആളുകളല്ല എന്നതിനാൽ തന്നെ മക്കയിലെ ആളുകള്, ഈ മുശ്രിക്കുകള് ചെന്ന് ചേരുന്ന, എത്തിച്ചേരുന്ന നിഗമനം അത് സംബന്ധമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ദേവന്മാരുടെയും ദേവിമാരുടെയും കോപമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് ഭൗതികമായിട്ട് തളർന്നു കിടക്കുന്നത് എന്നതാണ് അവരുടെ നിഗമനം. യഥാർത്ഥത്തില് ക്ഷാമവും അതുപോലെയുള്ള പ്രതിസന്ധികളും ഒക്കെ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത് അവർക്കൊരു താക്കീത് എന്നുള്ള നിലക്കാണ്. അത് ഒരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി സത്യമാർഗത്തിലേക്ക് വരാൻ ഒരു പ്രേരണയാകുന്ന വിധത്തിലാണ് അള്ളാഹു അവർക്കൊരു പാഠം ഉൾക്കൊള്ളാൻ സാഹചര്യം ഒരുക്കുന്ന വിധത്തിലാണ്
അത്തരം സംഗതികൾ അള്ളാഹു സംജാതമാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിന് അവർ സന്നദ്ധരാകുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ അവര് വിലപിക്കേണ്ടി വരുന്ന, കടുത്ത ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു നാള് വരാനിരിക്കുന്നു എന്നതാണ് ഇവിടെ ഉയർത്തി കാണിക്കപ്പെടുന്ന സുപ്രധാനമായൊരു സന്ദേശം. ഇതോടൊപ്പം തന്നെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിലേക്ക്, മനുഷ്യ ജീവിതത്തിന്റെ വിവിധ അവസ്ഥകളിലേക്ക് ഒക്കെ വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളും ഈ സൂറത്തിൽ അള്ളാഹു മുന്നോട്ട് വെക്കുന്നുണ്ട്. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സത്യം എന്ന് തിരിച്ചറിയാൻ ഉപകരിക്കുന്ന ആയാത്തുകളാണ് അവർക്ക് അവരുടെ ചുറ്റുപാടും പ്രപഞ്ചത്തിലും അവരുടെ സ്വത്വത്തിലുമൊക്കെ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കപ്പെടുന്ന കാര്യം. സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും സത്യത്തെ പ്രതിരോധിക്കാനുമൊക്കെ രംഗത്ത് വരിക എന്നത് സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ നിർവഹിക്കേണ്ട അവരുടെ ബാധ്യതയായ കാര്യമാണ് എന്നതും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മരണാനന്തരം പരലോകത്ത് അള്ളാഹു മനുഷ്യരുടെ കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അവരെ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കുമെന്ന കാര്യവും കട്ടായം പറയുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ് ഈ സൂറത്തിൽ. ഈ സൂറത്തിന്റെ ഉള്ളടക്കമാണ് ഞാൻ ഏകദേശം ഒരു സംക്ഷിപ്തമായ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ തലക്കെട്ട് അൽ മുഅ്മിനൂൻ എന്നാണ്. അൽ മുഅ്മിനൂൻ എന്ന് വെച്ചാൽ സത്യവിശ്വാസികൾ എന്നാണ്. ഇതിൽ ഒന്നാമത്തെ ആയത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന ആ പരാമർശത്തിൽ നിന്നാണ് ഈ അധ്യായത്തിന്, ഈ സൂറത്തിന് അൽ മുഅ്മിനൂൻ എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ളത്. സത്യവിശ്വാസികളുടെ ശ്രദ്ധേയങ്ങളായ ചില ഗുണങ്ങളെയും അതുപോലെ സവിശേഷതകളെയും ഈ സൂറത്തിൽ ഉയർത്തി കാണിക്കപ്പെടുന്നുണ്ട് എന്ന ആശയപരമായ ഒരു ന്യായവും ഈ സൂറത്തിന് ആ പേര് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ മധ്യകാലഘട്ടത്തിൽ, ആ മധ്യഘട്ടത്തിൽ അവതരിച്ചിരിക്കുന്ന 118 ആയത്തുകളുള്ള ഒരു സൂറത്താണ് അൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികളുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള ദൈവിക മാർഗദർശനമാണ് ഈ സൂറത്തിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ആമുഖമായിട്ട് ഈ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ വക കാര്യങ്ങളാണ്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള സെഷനുകളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നലത്തെ ചർച്ചയ്ക്കിടയിൽ ചാറ്റ് ബോക്സിൽ വന്നൊരു കമന്റ് വായിക്കാം, അതുകൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അത് ഇറ്റേണൽ എന്ന പ്രൊഫൈൽ നെയിമുള്ള ആളിൽ നിന്ന് വന്ന ചോദ്യമാണ്. മൊസാദ് ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു അറിയാതെയാണോ? ഇതിലൊക്കെ എന്തോ പ്രശ്നങ്ങളില്ലേ? അള്ളാഹു യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. ഇന്നലെ ടെഹ്റാനില് വെച്ച് ഉണ്ടായ ഹമാസ് നേതാവിന്റെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അംഗരക്ഷകനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന ആക്രമണം, അതിനെ പരാമർശിച്ചുകൊണ്ടാണ് മൊസാദ് നമ്മുടെ സംസാരത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അള്ളാഹു അറിയാതെയാണോ ഇതൊക്കെ നടക്കുന്നത് എന്നതാണ്
ഇയാൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യം അള്ളാഹു അറിയാതെ അല്ല, കൃത്യമായിട്ട് അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ തന്നെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്. അതില് സത്യവിശ്വാസികൾക്ക് യാതൊരു മനപ്രയാസവും ഇല്ല. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളില് അള്ളാഹുവിൻ്റെതായ ലക്ഷ്യങ്ങളാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ആരെ രക്തസാക്ഷ്യം നൽകി അനുഗ്രഹിക്കണം, ആർക്കൊക്കെ ഉന്നതമായ പദവികൾ നൽകണം എന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു കൃത്യമായ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പുലരുന്ന കാര്യങ്ങൾ മാത്രമാണ് അതൊക്കെ. ആരെങ്കിലും മരിച്ചുപോയി എന്നതോ ആരെങ്കിലും കൊല്ലപ്പെട്ടു രക്തസാക്ഷിയായി എന്നതോ ഒന്നും തന്നെ ഭൂമുഖത്തെ ഈ ദൗത്യം അവസാനിപ്പിക്കുന്ന കാര്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും തന്നെ മരിച്ചു പോകാനുള്ളതാണ്. 62-ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുകയായിരുന്ന ഈ ഹമാസ് നേതാവ്, അദ്ദേഹം മരിച്ചു എന്നത്, കൊല്ലപ്പെട്ടു രക്തസാക്ഷിയായി എന്നത് ഒരു അസ്വാഭാവികതയുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം വേറെ നിലക്കും സമയമാവുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കും. പക്ഷെ അത് ഏറ്റവും ആദരവ് നൽകപ്പെടുന്ന വിധത്തിൽ രക്തസാക്ഷ്യത്തിന്റെ മഹത്തരമായ പദവി നൽകിക്കൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പെട്ടതും അദ്ദേഹത്തിന്റെ യോഗ്യതക്കും അർഹതക്കും ഒക്കെയുള്ള അംഗീകാരമായിട്ടുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ദുരന്തങ്ങൾ ഉണ്ടായിട്ട് ആളുകൾ മരിക്കുന്നുണ്ട്, അപകടങ്ങളിൽ മരിക്കുന്നുണ്ട്, ഹൃദയാഘാതം വന്ന് മരിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ വ്യത്യസ്തമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. ഇവയിലൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് എന്നതാണ് ചോദ്യം. അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങളെയും എന്നെയും പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് എനിക്കും നിങ്ങൾക്കും അർഹിക്കുന്ന മാർക്ക് ഇടുക എന്നതാണ്. ഇതാണ് അള്ളാഹു ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായ കർമ്മങ്ങൾ ചെയ്ത് വിജയം നേടുന്നത് അല്ലെങ്കിൽ മുന്നേറുന്നത് എന്നത് വേർതിരിച്ച് വ്യക്തമാക്കപ്പെടുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു സൂറത്തുൽ മുൽക്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ ഇവിടെ പരാമർശിക്കപ്പെട്ട ആളുകളായാലും ഇനി വേറെ ആരെങ്കിലും ആയാലും അവരൊക്കെയും തന്നെ ഏത് ഗണത്തില് അള്ളാഹു ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു നിർണയം വരുത്തിക്കൊണ്ടാണ് ഈ ഭൂമുഖത്തോട് വിട പറഞ്ഞു പോകുന്നത്. ഭൂമുഖത്തെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം, അതിനുശേഷം യാതൊന്നും ഇല്ല എന്ന് സങ്കല്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമായിരിക്കും. പക്ഷെ സത്യവിശ്വാസികളുടെ നിലപാട് അതല്ല. ജീവിതം കേവലമായ ഒരു പരീക്ഷണം മാത്രമാണ്. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷം നൽകപ്പെടാൻ പോകുന്ന ജീവിതമാണ് എന്നതാണ്. ആ കാര്യം ഉൾക്കൊള്ളാൻ സാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് യാതൊരു വിധത്തിലും ബുദ്ധിപരമായ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമേ അല്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.